മാനേജ്മെൻറ്റ് സയൻസ് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 12th ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദി ഗെയിം ഹൂസ് പേ ഓഫ് മെട്രിക്സ് ഇസ് ഗിവൻ ബിലോ. നമുക്ക് ഒരു പേ ഓഫ് മെട്രിക്സ് തന്നിട്ടുണ്ട്, ഒരു ടേബിളൊക്കെ അല്ലേ. അതിൽ പ്ലെയർ എ, പ്ലെയർ ബി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പ്ലെയർ എക്ക് ഒരു 4 സ്ട്രാറ്റജിയും പ്ലെയർ ബിക്ക് ഒരു 5 സ്ട്രാറ്റജിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് സോൾവ് ദി ഗെയിമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈ ഒരു ഗെയിമിൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആൻസറിലേക്ക് കിടക്കുകയാണ്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ആ ഒരു പേ ഓഫ് മെട്രിക്സ് ആൻസർ ഷീറ്റിലേക്ക് എഴുതുക എന്നുള്ളതാണ്. പ്ലെയർ ബി, പ്ലെയർ എ, അവരുടെ സ്ട്രാറ്റജീസ്, അതിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ ആ ടേബിൾ അങ്ങനെ തന്നെ നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതണം. അതിനുശേഷം ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലെയർ എയുടെ സ്ട്രാറ്റജി എഴുതി, പ്ലെയർ ബിയുടെ സ്ട്രാറ്റജി എഴുതി, അവരുടെ വാല്യൂസ് എഴുതി കൊടുക്കുക. -2, 0, 0, 5, 3 ഇതാണ് ഫസ്റ്റ് റോയിലെ വാല്യൂസ്. 4, 2, 1, 3, 2, -4, -3, 0, -2, 6, 5, 3, -4, 2, -6. ഇപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ ഓരോ കോളംസും കൺസിഡർ ചെയ്തുകൊണ്ട് കോളത്തിൻ്റെ മാക്സിമം എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഓരോ കോളത്തിൻ്റെയും മാക്സിമം എഴുതുക. അതുപോലെ തന്നെ റോസ് കൺസിഡർ ചെയ്തിട്ട് ഓരോ റോയിലെയും മിനിമം എഴുതുക. റോ മിനിമം എന്ന് പറഞ്ഞിട്ട് മിനിമം എഴുതുക. ഇപ്പോൾ കോളം മാക്സിമം എന്ന് കോളത്തിൻ്റെ അടിയിൽ എഴുതുക, കോളം മാക്സിമം. എന്നിട്ട് അതുപോലെ തന്നെ റോ മാക്സിമം എന്ന് റോയുടെ നേരെ എഴുതുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കോളത്തിലെയും ഏറ്റവും മാക്സിമം വാല്യൂ എടുത്ത് എഴുതുക. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ 5 ആണ് മാക്സിമം, സെക്കൻഡ് കോളത്തിൽ 3 ആണ് മാക്സിമം വരുന്നത്, തേർഡ് കോളത്തിൽ 1 ആണ് മാക്സിമം വരുന്നത്, അതുപോലെ ഫോർത്ത് കോളത്തിൽ വരുന്നത് 5 ആണ്, ഫിഫ്ത്ത് കോളത്തിൽ വരുന്നത് 6 ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്, കോളം മാക്സിമം ആണ്. ഓരോ കോളത്തിലെ മാക്സിമം വാല്യൂ ഏതാണോ അതെടുത്ത് എഴുതുക. അതിനുശേഷം റോ മിനിമം ചെയ്യുക. ഓരോ റോയിലെ മിനിമം നമ്പർ ഏറ്റവും ചെറുത്. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഏറ്റവും ചെറുത് -2 ആണല്ലേ, അപ്പോൾ -2 എഴുതുക. നെക്സ്റ്റ് റോ, സെക്കൻഡ് റോയിൽ ഏറ്റവും ചെറുത് എത്രയാണ്, 1 ആണ്, മിനിമം 1 ആണ്. തേർഡ് റോയിൽ മിനിമം വരുന്നത് -4 ആണ്, അപ്പം നമ്മളത് എഴുതുക. അതിനുശേഷം ഫോർത്ത് റോയിൽ -6 ആണ് ഏറ്റവും ചെറുത് വരുന്നത്, അത് എഴുതുക. ഇപ്പം നമുക്ക് കോളം മാക്സിമം കിട്ടി, റോ മിനിമം കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നെക്സ്റ്റ് സ്റ്റെപ്പ് മാക്സിമിൻ കാണുക എന്നുള്ളതാണ്. മാക്സിമിൻ റോയിലാണ് കാണുന്നത്. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഓഫ് മിനിമം എന്നാണ്. അതായത് നമ്മളിവിടെ മിനിമം കണ്ടുവച്ചിട്ടുള്ളത് റോയാണ് അല്ലേ, റോയുടെ മിനിമം ആണ് കണ്ടുവച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ ആണ് എഴുതേണ്ടത്. മാക്സിമം ഓഫ് മിനിമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റോ മിനിമത്തിലെ ഏറ്റവും മാക്സിമം വാല്യൂ എഴുതുക. റോയിൽ -2, 1, -4, -6 ആണ്, അതിൽ ഏറ്റവും മാക്സിമം വാല്യൂ 1 ആണ്. ഇനി അടുത്തത് മിനിമാക്സ് നമ്മൾ കോളത്തിലാണ് കാണുക. കോളത്തിൽ നമ്മൾ ഇവിടെ മിനിമാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിമം ഓഫ് മാക്സിമം എന്നാണ്. അതായത് മാക്സിമത്തിലെ ഏറ്റവും മിനിമം. നമ്മളിവിടെ മാക്സിമം കണ്ടുവച്ചിട്ടുള്ളത് കോളത്തിൻ്റെയാണ്. അപ്പോൾ കോളത്തിൽ ഏറ്റവും മിനിമം നമ്പറാണ് നമ്മളിവിടെ എഴുതേണ്ടത്, മിനിമാക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എത്രയാണ് നോക്കുക, കോളം മാക്സിമം 5, 3, 1, 5, 6. അതിൽ ഏറ്റവും മിനിമം വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ മിനിമാക്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റോ മിനിമത്തിൽ മാക്സിമം വാല്യൂ എഴുതുക, അതാണ് മാക്സിമിൻ. കോളം മാക്സിമത്തിൽ മിനിമം വാല്യൂ എഴുതുക, അതാണ് മിനിമാക്സ്. അപ്പോൾ നമുക്ക് രണ്ടും ഈക്വൽ ടു 1 ആണ് കിട്ടിയത്. മാക്സിമം മിനിമാക്സ് ഈക്വൽ ടു 1 ആണ് കിട്ടിയത്. സോ ഹിയർ വി ഗെറ്റ് എ സാഡിൽ പോയിന്റ്. ഈ 1 എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആയ സ്ഥിതിക്ക് ഇത് നമുക്ക് സാഡിൽ പോയിന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സാഡിൽ പോയിന്റ് മീൻസ് എന്താണ്, വാല്യൂ ഓഫ് ദി ഗെയിം. ഈ ഗെയിമിന്റെ വാല്യൂ ആണ് സാഡിൽ പോയിന്റ്, അതായത് 1. ഓക്കെ, സോ ഹെൻസ് ദ വാല്യൂ ഓഫ് ദ ഗെയിം ഇസ് 1. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ പേ ഓഫ് മെട്രിക്സ് സോൾവ് ചെയ്തിട്ടുള്ളത് പ്യുവർ സ്ട്രാറ്റജി വെച്ചിട്ടാണ്. പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഈ ഒരു ടേബിളിൽ തന്നെ നമ്മൾ റോ മിനിമം, കോളം മാക്സിമം ഒക്കെ കണ്ട് സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് മറ്റൊരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം, പ്രിൻസിപ്പിൾസ് ഓഫ് ഡോമിനൻസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റൊരു ടേബിളിലല്ലാതെ ഈ ഒരു ടേബിളിൻ്റെ സൈസ് കുറച്ചുകൊണ്ട് സാഡിൽ പോയിന്റ് കണ്ടുപിടിക്കുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡോമിനൻസ്. ഇനി ചില കേസസിൽ സാഡിൽ പോയിന്റ് ഉണ്ടാവില്ല. സോ നമ്മൾ ഗെയിമിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ആൾജിബ്രിക് മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലും ചോദിക്കാറുള്ളത് ഈ ഒരു പ്യുവർ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡോമിനൻസ് വെച്ച് പ്രോബ്ലം ചെയ്യാനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. താങ്ക് യു.